ജയിൽ DIG പ്രദീപും ഗണേശ് ചേട്ടനും ഷെറിൻ ബാബയെ കാറിൽ ചുമന്നു കൊണ്ടുപോയത് എന്തിന്? DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. മുൻ ജയിൽ DIG പ്രദീപിനെ കുറിച്ചും കൊട്ടാരക്കരയിലെ നല്ല തങ്കം പോലത്തെ സ്ത്രീകളുടെ മുഖത്ത് മാത്രം നോക്കാത്ത മനുഷ്യനുമായ ഗണേശനെ കുറിച്ചും വളരെ അപകീർത്തികരവും മ്ലേച്ഛവുമായ പരാമർശങ്ങളുമായി ഭാസ്കരക്കാരണം പർവ്വതക്കേസിലെ മുഖ്യപ്രതി ഷെറിൻ്റെ സെല്ലിലെ അയൽപക്കത്തുകാരിയും തൃശൂർ സ്വദേശിയുമായ MS സുനിത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് VVIP പരിഗണന ലഭിച്ചിരുന്നുവെന്നും വനിതാ ജയിൽ DIG പ്രദീപ് അടിക്കടി വരുമായിരുന്നുവെന്നും പ്രദീപ് സാർ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഷെറിനെ വന്ന് കാണുമായിരുന്നുവെന്നും വൈകിട്ടാണ് വരാറുള്ളത് എന്നും ലോക്കപ്പിൽ നിന്ന് 7 മണിക്ക് ശേഷം ഷെറിനെ ഇറക്കിക്കൊണ്ടുപോയാൽ 1.5-2 മണിക്കൂറിന് ശേഷമാണ് തിരികെ കയറ്റാറുള്ളത് എന്നും പറയുകയുണ്ടായി. കാറിൽ കയറ്റി പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ശാരീരിക ബന്ധത്തിനാണെന്ന് ഷെറിൻ പറഞ്ഞിരുന്നതായും സുനിത മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഗണേശണ്ണനും തൻ്റെ ചങ്കാണെന്ന് ഷെറിൻ സുനിതയോട് പറഞ്ഞിട്ടുണ്ടത്രേ. MS സുനിതയോട് പറയുവാനുള്ളത്, നിങ്ങൾ വേറെ ആരെക്കുറിച്ച് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കും, പക്ഷേ ഈ തങ്കപ്പെട്ട 2 പേരെക്കുറിച്ച് മാത്രം ഇല്ലാവചനം പറയരുത് എന്നാണ്. കാരണം അവർ സ്ത്രീ വിഷയത്തിൽ അത്ര തങ്കം പോലത്തെ സ്വഭാവമുള്ള മനുഷ്യരാണ്. 2017 പ്രദീപ് സാറിനെ കുറിച്ച് ഇതുപോലൊരു അപവാദം പ്രചരിച്ചിരുന്നു. പത്തനംതിട്ടയിൽ സീരിയൽ നടിയെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ഊരുചുറ്റി എന്നായിരുന്നു പരാതി. അന്നത്തെ ജയിൽ മേധാവി ശ്രീലേഖ IPS അന്വേഷണത്തിന് ഉത്തരവും വിട്ടിരുന്നു. എങ്കിലും കാറിന്റെ മുൻസീറ്റിൽ സീരിയൽ നടിയുടെ അപ്പൻ സ്വബോധത്തോടെ കണ്ണും കുറിപ്പിച്ചിരിപ്പുണ്ടായിരുന്നു എന്നും സാറും സീരിയൽ നടിയും പിൻസീറ്റിൽ സിറിയ ലെബനോനിൽ നടത്തിയ കുഴിബോംബാക്രമണത്തെപ്പറ്റിയും മിസൈൽ ആക്രമണത്തെപ്പറ്റിയും കൂലങ്കഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അന്വേഷണ റിപ്പോർട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രദീപ് സാർ അന്ന് കഴിച്ചിലായി. ഇപ്പോൾ വീണ്ടും ഇതാ മറ്റൊരു വിവാദം. സുനിത ഒരു കാര്യം മനസ്സിലാക്കണം. പ്രദീപ് സാർ ലാത്തിയും തൂക്കിയിട്ട് അട്ടക്കുളങ്ങര ജയിലിൽ ഇരുട്ടുവാക്കിന് വരുന്നതിൻ്റെ ആ സതുദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം. ജയിലിൽ തുടങ്ങുവാൻ പോകുന്ന അപ്പം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് നമ്മുടെ പ്രദീപ് സാർ വന്നുകൊണ്ടിരുന്നത്. സുനിതക്കറിയാമല്ലോ, കേരളത്തിലെ ജയിലുകളിലെ തടവുകാർ ഇരുന്നും നിന്നും പരത്തി ഉണ്ടാക്കുന്ന ഫ്രീഡം ചപ്പാത്തിക്ക് ഞെരിപ്പൻ ഡിമാൻഡ് ആണെന്നറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി പറയുക, 10 എണ്ണമുള്ള പാക്കറ്റുകളായും ഇത് ലഭിക്കും. 20 രൂപയാണ് 10 എണ്ണത്തിന് വില. 2 തരം കറികളുണ്ടാവും, വെജിറ്റബിൾ കറിയും മുട്ടക്കറിയും. തടവുകാർ പരത്തുന്ന ചപ്പാത്തി ആയതുകൊണ്ട് നല്ല മർദ്ദവുമാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ലഭിക്കുന്ന ചപ്പാത്തികൾ മലബാർ ഫ്രീഡം ചപ്പാത്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദിവസവും ഒരു 8-10 ലക്ഷം രൂപയുടെ കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രീഡം അപ്പാപ്പം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ DIG പ്രദീപ് സാറിൻ്റെ വലിയ ആഗ്രഹം. ഫ്രീഡം ചപ്പാത്തിയുടെ ഉപജ്ഞാതാവ് എന്ന ഖ്യാതി നമ്മുടെ മുൻ ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് സാറിനാണ്. പ്രദീപ് സാറിൻ്റെ ആഗ്രഹം കാരണവത്തിയപ്പം ഉണ്ടാക്കി അതിൻ്റെ പേറ്റന്റും ക്രെഡിറ്റും സ്വന്തമായി നേടണമെന്നാണ്. പുള്ളിയുടെ ആഗ്രഹമനുസരിച്ച് ജയിൽ ഉദ്യോഗസ്ഥകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അപ്പമെല്ലാം കരിഞ്ഞതായിരുന്നു അത്രേ. അപ്പോഴാണ് ഏതോ ഒരു സുഗ്രീവൻ പറഞ്ഞത്, അങ്ങ് അട്ടക്കുളങ്ങരയിൽ ഒരു അപ്പം സ്പെഷ്യലിസ്റ്റ് വന്നിട്ടുണ്ടെന്നും നല്ല മാർദ്ദവമുള്ള അപ്പാപ്പം അവർ ഉണ്ടാക്കുവാൻ മിടുക്കിയാണെന്നും മാവരച്ച് പതപ്പിക്കുന്നതിനിടയിൽ ചെറിയൊരു കയ്യബദ്ധത്തിൽ അമ്മായിയച്ഛൻ കാരണവർ ചെറുതായി ഒന്ന് മരിച്ചുപോയ ആ ചെറിയ കുറ്റത്തിന് 3 ജീവദുരന്തം കിട്ടിയ മിടുക്കിക്കുട്ടിയാണ് അവരെന്നും പറയുകയുണ്ടായി. കൊട്ടാരക്കരയിലെ ഫണീശൻ ചേട്ടനാണ് മോളെ അരയ്ക്കാൻ പഠിപ്പിച്ചത് എന്നും കൂടി കേട്ടപ്പോൾ കൈപുണ്യമുള്ളവളാണെന്നും പ്രദീപ് സാറിന് മനസ്സിലായി. അങ്ങനെ സാർ വന്ന് കണ്ടപ്പോൾ ഫ്രീഡം അപ്പം പദ്ധതി ഏൽപ്പിക്കുവാൻ പറ്റിയ മുതലാണെന്ന് കണ്ട് കയ്യോടെ ഒരു സാമ്പിൾ ഉണ്ടാക്കുവാൻ കൊണ്ടുപോകുന്നത് കണ്ടാണ് സുനിത ഈ ഇല്ലാവചനം പറഞ്ഞു വരുത്തുന്നത്. അങ്ങനെ പല ദിവസങ്ങളിലായിക്കൊണ്ട് അപ്പം ചുട്ടപ്പോൾ പ്രദീപ് സാറിന് ആ സത്യം മനസ്സിലായി. ഫ്രീഡം അപ്പം പൊളിക്കും. ഗണേശൻ മേമനെയും ആരും തെറ്റിദ്ധരിക്കരുത്. മേമന്റെ അക്കൻസ് എംപവർമെന്റ് പദ്ധതി പ്രകാരം കൊട്ടാരക്കരയിലും കമണാറ്റിൻകരയിലും പത്തനാപുരത്തുമുള്ള KSRTC സ്റ്റാൻഡുകളിൽ ഫ്രീഡം അപ്പം ഔട്ട്ലെറ്റുകൾ പണിയുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടാണ് അപ്പം സ്പെഷ്യലിസ്റ്റ് ഷെറിനെ ശിക്ഷാ കാലാവധി കുറയ്ക്കുവാനുള്ള ഓർഡറൊക്കെ സഭയിൽ പാസാക്കി പുറത്തിറക്കുവാൻ അണ്ണൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആരും ഈ 2 തങ്കം പോലെയുള്ള മനുഷ്യരെ സംശയിക്കരുത്, വെറുക്കരുത്. പറ്റിയാൽ പ്രദീപ് സാറിന് അടുത്ത വർഷം രാഷ്ട്രപതിയുടെ സ്തുത്യർഹ സേവനത്തിനുള്ള മടല് മേടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ MS സുനിതയ്ക്ക് എന്തൊക്കെയാണ് പറയുവാനുള്ളത് എന്ന് കേൾക്കാം. ഞാനൊരു കേസിൽ വിയൂര് വനിതാ ജയിലിൽ കിടന്നിരുന്നത്.
അപ്പോൾ വിയൂരിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരനവർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിനുശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്, എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട് DIG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി എന്നെ ചോദ്യം ചെയ്തു. DIG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത് ടെക്നോളജി ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാവകാശം വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഷെറിൻ കാരനവർക്ക് ജീവപര്യന്തം ശിക്ഷയോടൊപ്പം തന്നെ 392 എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതായത് റോബറി, ഒരു റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പരോള് 2-3 വർഷത്തേക്ക് കൊണ്ട് തടയുന്നുണ്ട്. കാരണം ആ 392 പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസന്റ് റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ജയിലിൽ 1 വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. പകരം 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലം മാറ്റുമ്പോൾ DIG പ്രദീപ് സാറിനടക്കം ആ ജയിലിലത്തെ 1-2 സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു, ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല. പകരം ഷെറിനെ വിയൂർ ജയിലിലേക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല. ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം, ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കൊട എഴുതി കൊടുത്തു വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ 14 വർഷത്തെ കാലയളവായിട്ട് ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മേഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു. പിന്നെന്താ ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൂ എന്നൊക്കെ. കാരണം അപ്പം വെച്ചാൽ 19-20 വർഷത്തിലേറെയായിട്ട് അവിടെ 5-6ഓളം സ്ത്രീ തടവുകാർ കിടക്കുന്നുണ്ട്. പിന്നെ റെമിഷൻ, ജയിലിൽ നിന്നുള്ള റെമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല, കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന. അങ്ങനെ വരുമ്പോൾ ഈ 19 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിത കുമാരി എന്നിട്ടൊരു പ്രതി അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് 2 കണ്ണിനും കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ. അപ്പോൾ അവർക്കൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ മാനസാന്തരം വന്നതാണ് ഇപ്പോൾ ഈ ജയിൽ ഉപദേശക സമിതി സരള പറയുന്നത്. എന്ത് മാനസാന്തരം വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരെ പോക്കറ്റിൽ നിന്ന് പൈസ കൊടുപ്പിച്ചിട്ട്
3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല, ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷേ ഷെറിൻ ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ 19-20 വർഷത്തോളമായിട്ട് കിടക്കുന്ന മറ്റ് ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ വർഗീസ് വധക്കേസിൽ ലക്ഷ്മണൻ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു, 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ലക്ഷ്മണയും കൂടി ഇറങ്ങിപ്പോയി. അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല. അതേപോലെ ഇതിലിപ്പോൾ ഷെറിനെ മാത്രം ഇറക്കാനായിട്ടൊരു മന്ത്രിസഭാ യോഗം കൂടി ഇതിൽ പാർട്ടീനൊന്നും ഞാൻ ഇടപെടുത്തില്ല. കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിത്തരമൊക്കെ നടക്കുന്നത്. പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പം മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരുമായിട്ടില്ല, DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അത് അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്, വിവരാവകാശം വെച്ചതിൻ്റെ അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം ഇപ്പോൾ ഷെറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്, ഇതൊന്നും ഇല്ലാതെ അവിടെ കിടക്കുന്ന തടവുകാരുണ്ട്. ഇപ്പോൾ ഷെറിൻ്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട, ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിന് അവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അനുശാന്തി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട. കാരണം അവരുടെ കണ്ണിന് എന്തോ മയോപ്പിയ എന്നിട്ട് അസുഖം വന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 19 വർഷത്തെ തടവുകാരി ബിനിതാകുമാരി, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ അസർളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം തടവുകാരെ കാര്യങ്ങളൊന്നും അവരില്ല. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ടിട്ട് 19-20 വർഷം തടവുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത, ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം. അതെ എൻ്റെ അറിവിൽ എത്ര എട്ടക്കുളങ്ങര മാത്രമല്ല. അപ്പോൾ DIG അണ്ടറിൽ വരും. ഇപ്പോൾ പ്രദീപ് സാറോടില്ല, ഇപ്പോൾ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന ഏതോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത് ജോലി ചെയ്യുന്ന ആൾ. കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും. ഇതിപ്പോ അവിടുത്തെ ഈ പ്രദീപ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണോ അതോ അവിടുത്തെ ജയിലിലെ മറ്റു ഉദ്യോഗസ്ഥർ? ഇല്ല, ഈ വനിതാ ജയിലിൽ ഉണ്ട്. ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പോൾ DIG പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ. പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീഗം എന്നാണ് സൂപ്രണ്ടിൻ്റെ പേര്. പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സെലിൻ കുമാരി, സരസ്വതി, ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത്. ഞാൻ പരാതിപ്പെട്ടിട്ട്. ഇവരൊക്കെ പൈസയാണോ വാങ്ങിയിട്ടുള്ളത്? പൈസ തന്നെയാണോ വാങ്ങിയിട്ടുള്ളത്. ഷെറിൻ പറയാന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു ഗണേശ് ചേട്ടൻ എന്ന് പറയാറുണ്ട്. സത്യത്തിൽ ഞാനൊന്നൊക്കെ വിചാരിച്ചിരുന്നത് വരെ തള്ളു പറയുന്നതാണ്. ഞങ്ങളെല്ലാവരും അങ്ങനെ ഷെറിൻ കേൾക്കലെ, ഷെറിൻ നമ്മളോടൊക്കെ പറയുമ്പോൾ ഞങ്ങളത് കേട്ട് ചിരിച്ചിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയും ഷെറിൻ വെറുതെ പൊങ്ങച്ചം പറയാമെന്ന് പറയാം. നമ്മൾ മന്ത്രി ഗണേശനെ കുറിച്ചിട്ടൊക്കെ ഗണേശ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും പിന്നെ പത്രങ്ങളിൽ ഗണേശിൻ്റെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടീനെ പറ്റി പറയുന്നുണ്ട്. എന്തായാലും CPM അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊന്നും. കാരണം പാർട്ടി ഒരിക്കലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഷെറിനെ പോലത്തെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും പരസ്യമായിട്ട് അവരെ എന്താ പറയുക അവരെ വിടുതൽ നൽകാനുള്ള ഒരു മന്ത്രിയുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞു. ഗണേശായിട്ട് അടുപ്പുണ്ടെന്ന് പറയാറുണ്ടായിരുന്നു അന്ന് 2010. പക്ഷെ അന്ന് CPM ആയിരുന്നില്ലല്ലോ, അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. അവസാനമായി ഒരു കാര്യം കൂടി, മാനനഷ്ടത്തിന് പോകണമെങ്കിൽ മിനിമം മാനമുള്ളവർ ആയിരിക്കണമെന്ന് പറയാൻ പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.